നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് യു വേഴ്സസ് തേർഡ് പാർട്ടി, നിങ്ങൾ പിന്നെ തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്, പിന്നെ നിങ്ങളോടുള്ള ഓവറോൾ എനർജി എന്താണ്, പിന്നെ എന്താണ് ഔട്ട്കം, അതുപോലെ തന്നെ തേർഡ് പാർട്ടിയോടുള്ള ഓവറോൾ എനർജി എന്താണ്, തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ തേർഡ് പാർട്ടിയായിട്ട് ഇനി എന്താണ് ഉണ്ടാവുന്നത്. ഇത്രയും ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് അങ്ങനെ റീഡിങ് എടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ പയ്യെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഇന്ന് എടുക്കുകയാണ്. ഞാൻ എടുത്തേക്കുന്ന കളേഴ്സ് റെഡ്, ബ്രൗൺ, യെല്ലോ കേട്ടോ. റെഡ്, യെല്ലോ, ബ്രൗൺ. ഇനിയിപ്പോൾ പേഴ്സണൽ റീഡിങ് വേണമെന്ന് വെച്ചിട്ട് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. നമ്മൾ ജനറൽ റീഡിങ്ങിൽ കേട്ടിട്ട് ഡിസിഷൻസ് എടുക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിങ് എടുത്തതിന് ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് പലരുടെ റീഡിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം റെഡ് സെലക്ട് ചെയ്ത ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ആദ്യം നമുക്കൊരു ഓറക്കൽ മെസ്സേജ് എടുക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വേഴ്സസ് തേർഡ് പാർട്ടി, ഇതാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തേർഡ് പാർട്ടി ഉള്ളവർ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉള്ളവർ, അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. രണ്ട് കാർഡ് എടുക്കുകയാണ്. അത് എടുക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ രണ്ട് കാർഡാണ്, സ്നേക്ക് പിന്നെ കേദാർനാഥ്. പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വാക്കുകൾ എന്ന് വെച്ചാൽ ബി മൈൻഡ്ഫുൾ ആൻഡ് അറ്റൻറ്റീവ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മളുടെ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. എത്രയും നിങ്ങളോട് അടുപ്പം കാണിക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ആ പേഴ്സണായിട്ടെങ്കിലും, ആ പേഴ്സണെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം മാറി പോവുകയാണ്, വേറെ എവിടെയെങ്കിലും പുതിയ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധയോടെ പോകണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഓവറോൾ എനർജിയാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? ടവർ മൊമെന്റ്, ഒരു മിസ്റ്ററി. ഇത് ഈ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ചേഞ്ചസും നമ്മളുടെ ലൈഫിൽ വരുന്നത് അത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ടവർ മൊമെന്റ് വരുന്ന ചില സമയത്ത് ഈ ബുൾഡോസർ വെച്ചിട്ട് വഴി നികത്തിയെടുക്കില്ലേ, അവിടെ ഒരു വഴിയില്ല, പക്ഷേ ബുൾഡോസർ ഓടിച്ച് അവിടെ ഒരു വഴി ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ നമ്മളെ വഴി ക്ലിയർ ആക്കുക. അത് ചില സമയത്ത് ഈ ടവർ മൊമെന്റ് അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യും. അത് നമുക്ക് തകർന്ന് നമ്മളൊരു വീട്, പഴയ വീടുണ്ട്, നമ്മൾ ആ വീട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും, അല്ലെങ്കിൽ
ഇപ്പോൾ നമ്മൾ ശരിക്കുള്ള ഫൗണ്ടേഷനിലല്ല ഒരു റിലേഷൻഷിപ്പ് പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ തേർഡ് പാർട്ടിയിലാണെങ്കിൽ അതൊരു നല്ല ഫൗണ്ടേഷനിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. കാരണം ആ പേഴ്സൺ എപ്പോൾ വേണമെങ്കിലും അയാളുടെ ഭാര്യയോടോ ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാം. മനസ്സിലായോ? അപ്പോൾ അത് പക്ഷേ അവർ തിരിച്ചു പോയി കഴിയുമ്പോൾ നിങ്ങൾ ഫ്രീ ആയി, നിങ്ങൾക്ക് പിന്നെ മുമ്പോട്ട് ജീവിക്കാം. പക്ഷെ നിങ്ങളത് അറിയാതെ നിങ്ങൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെയാണ് ഒരു ടവർ മൂമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ വഴി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരു വലിയൊരു അത്യാഹിതം ഉണ്ടാക്കുന്നതെന്നും കൂടെ പറയാം ചില സമയത്ത്. അപ്പോൾ ടവറും ഒരു ഹൈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാണ് കേട്ടോ, ഭയങ്കര അറിവുള്ളവർ. അപ്പോൾ അറിവുള്ളവർ എപ്പോഴും ഭയങ്കര കണ്ടിട്ടില്ലേ, എന്താ പറയുക, ഫലങ്ങൾ നമ്മളെ ഫലവൃക്ഷങ്ങളിൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ ചെടി തലകുനിച്ച് നിൽക്കും ആൾക്കാരോട് പറിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ആയിരിക്കും ജ്ഞാനികൾ. എന്നിൽ നിന്നുള്ള അറിവ് നിങ്ങൾ എടുത്തോളൂ, താഴ്ന്നിരിക്കണം, എന്നുവെച്ചാൽ എളിമ വേണം. എന്നാലേ നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മളുടെ നോളജ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ മറ്റുള്ളവർ നമ്മളുടെ അടുത്തേക്ക് വരുള്ളൂ. അതേസമയം നമ്മളുടെ അടുത്തേക്ക് ആൾക്കാർ വന്നാലും നമ്മുടെ ഉള്ളിലുള്ള അറിവ് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക? അപ്പോൾ അവർ ഓരോ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇൻസെക്യൂർ ആവും, അയ്യോ എനിക്ക് അറിയില്ലല്ലോ, മനസ്സിലായോ? അങ്ങനത്തെ. അപ്പോൾ ജ്ഞാനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്കത് എളിമ തരും. ജ്ഞാനമുള്ളത് നമ്മൾ അറിയാതെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിട്ട് മാറും. എന്നുവെച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടാവും. അപ്പോൾ നമ്മളെ തന്നെ അറിയണം. അതുപോലെ തന്നെ ടവർ മൊമെൻ്റ് ഉണ്ടാകുമ്പോൾ പേടിക്കുകയല്ല വേണ്ട, അത് ഒരു പോസിറ്റീവ് ഇതായിട്ട് കാണും. ഇതിന് നമുക്ക് എന്ത് ബെനിഫിറ്റ് എടുക്കാം, അതാണ് നോക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു ഇത് ക്ലാരിഫൈ ചെയ്യാം. ഇത് ടവറും ഹൈ പ്രീസ്റ്റസും ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, വിക്ടറി. അപ്പോൾ നിങ്ങളെ ഈ 5 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി മെതിച്ച് മുമ്പോട്ട് കുതിക്കുന്ന ഒരാളാണ്. എന്താ പറയുക, ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താനായിട്ട് മുമ്പിലുള്ളവരെയൊക്കെ തട്ടിമറിച്ചിട്ട് ചവിട്ടി മെതിച്ച് പോകുന്ന ഒരാൾ, ഒരു വിക്ടറി. ഇത് വിക്ടറി കാർഡും, ഇത് 6 of Wandsഉം ഇത് 5 of Swordsഉം ആണ്. ഇത് അങ്ങനെ സ്വഭാവമുള്ള ഒരാൾ, ചവിട്ടി മെതിച്ച് മുമ്പോട്ട് പോകാൻ പ്രേരണയുള്ള ഒരാൾ. അയാളുടെ മുമ്പിൽ ഒരു വിക്ടറിയും കൂടെ വന്നു കഴിഞ്ഞാലോ അയാൾ ചവിട്ടി മെതിച്ച് മുമ്പോട്ട് പോകും. അപ്പോൾ ഈ ടവർ മൊമെൻ്റ് ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരാൾ നിങ്ങളുടെ മേലിൽ കൂടെ ചവിട്ടി മെതിച്ച് ആ പേഴ്സണ് സ്വാർത്ഥമായ ഒരു കാര്യം സാധിച്ചെടുക്കാണ്ട് അതിലേക്ക് മുമ്പോട്ട് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. അപ്പോൾ ഹൈ പ്രീസ്റ്റസിനെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഇത് മറ്റുള്ളവർ പറയാതെ, പേഴ്സൺ തന്നെ നിങ്ങളോട് പറയാതെ നിങ്ങൾ അറിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഈ സിക്സ് സെൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാണ് ചെയ്തത്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു ഫാദർ ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആയിരിക്കാം, നല്ല വെൽത്തിയായ ധനികയായ ഒരാളാണ്. അതുപോലെ ജോലി, ഏതു നേരം ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് ഇല്ല. ഇതെങ്ങനെയാണ്, നിങ്ങളുടെ ആരുടെ എനർജിയാണ് ഇവിടെയെന്ന് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. ഈ ജോലി എന്ന് പറഞ്ഞ് ഏതു നേരം ജോലിയുടെ പുറകെ നടക്കുന്നവർക്ക് ഫാമിലി ലൈഫും ജോലിയും കൂടെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ബാലൻസ് ഇല്ലായ്മ ഇവിടെയുണ്ട്. മനസ്സിലായി? 2 തരം ക്യാരക്ടറാണ് ഇവിടെ കണ്ടത്. ഇനി ഞാൻ പോകാൻ പോകുന്നത്, അത് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണലും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ തേർഡ് പാർട്ടി. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? ഭഗവാനെ, കുറച്ച് കൂടുതൽ കാർഡ് ഉണ്ട്, എന്നാലും നമുക്ക് നോക്കാം. ഇവിടെയും അതേ കാർഡ് വന്നു. ഈ 5 of Swords വന്നേക്കുന്നുണ്ട് ഇവിടെ. പിന്നെ വന്നേക്കുന്നത് 9 of Wandsഉം ഹാങ്ഡ് മാൻ റിവേഴ്സും ലവേഴ്സും ആണ് വന്നേക്കുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഈ കോമ്പറ്റീഷൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ കോമ്പറ്റീഷൻ, ഇവർ തമ്മിൽ ഭയങ്കര കമ്പീറ്റിംഗ് എനർജീസാണ്. ചിലപ്പോൾ ഒരേ ഫീൽഡിലുള്ളവരായിരിക്കാം, 2 പേരും ഡോക്ടേഴ്സ് ആയിരിക്കാം, 2 പേര് ടീച്ചേഴ്സ് ആയിരിക്കാം, 2 പേര് സയൻറ്റിസ്റ്റ് ആയിരിക്കാം. അപ്പോൾ അവരുടെ നോളജ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇവർ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടാകുമെന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഇവർ തമ്മിലൊരു ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ചില സമയത്ത് അതൊരു കൈവിട്ട കളിയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയും ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. പക്ഷെ എന്നാലും തേർഡ് പാർട്ടി ഈ സിറ്റുവേഷൻ അങ്ങോട്ട് കൈവിട്ട പോലെയാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം അത്ര നല്ല സ്വഭാവമല്ല. എല്ലാവരും ചവിട്ടി മെതിച്ച് പോകണമെന്നുള്ള വളരെ സ്വാർത്ഥതയുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സൺ. പിന്നെ ക്ലാരിഫൈ ചെയ്യുന്ന ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതാണ് പറയുന്നത്. ഡോട്ടർ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു ഓഫർ കൊടുക്കാൻ, തേർഡ് പാർട്ടിക്ക് ഒരു ഓഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഹാർട്ട് ബ്രേക്കിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഹാർട്ട് ബ്രേക്കിലാണ് പോകാൻ പോകുന്നത്. തേർഡ് പാർട്ടിയാണ് ഇത് പ്യുവറായിട്ട്. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസും 3 ഓഫ് സ്വേർഡ്സും കണ്ടത്. 2 ഓഫ് സ്വേർഡ്സ്. തേർഡ് പാർട്ടി ഇത് തീരുമാനം എടുത്തിട്ടില്ല ഇവിടെ എന്ത് ചെയ്യണമെന്ന് കേട്ടോ. ഇവിടെ ഒരു ലവേഴ്സിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണ് കാണിക്കുന്നത്. ഒരാളിത് വളരെ ചേർത്ത് പിടിക്കുന്ന റിലേഷൻഷിപ്പാണ്. അപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ ഒരു സിംഗിൾ മദർ ആയിരിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ പുറകെ കൂടിയിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ഇവരോട് ശരിക്കും ഇഷ്ടമുണ്ട്. ഒരു ലവറായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. പക്ഷേ ഇതൊരു ഹാർട്ട് ബ്രേക്കിലാണ് പോകുന്നത്. ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കും. നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുമ്പോൾ തേർഡ് പാർട്ടിക്ക് ഈ പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് കൊടുക്കാൻ പോകുന്നുണ്ട്. അത് ഈ പേഴ്സൺ അറിയില്ല. എന്തായാലും നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഒരു മോട്ടിവേഷൻ ഇല്ല, മുമ്പോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ കൂടെ ഇല്ലെന്നാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര കോൾഡായിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നത്. എന്നുവെച്ചാൽ ഒട്ടും ഇമോഷണൽ അല്ല ഇപ്പോൾ നിങ്ങളോട് പേഴ്സൺ. എല്ലാ കാര്യത്തിലും ചാടിക്കടിക്കലും ഭയങ്കര ദേഷ്യവും വൈരാഗ്യവും ഒക്കെയാണ് നിങ്ങളോട്. മനസ്സിലായോ? അപ്പോൾ ഒട്ടും ഇമോഷണൽ അല്ല. നിങ്ങൾക്ക് പൈസ തരണമെങ്കിലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾ കാല് പിടിക്കണം. നിങ്ങൾ കാല് പിടിക്കില്ല, എന്നാലും ഭയങ്കരമായിട്ട് ആവശ്യപ്പെടണം. ഒരു 5-6 പ്രാവശ്യമൊക്കെ ചോദിച്ചാലേ ചിലവിനുള്ള പൈസയൊക്കെ കിട്ടുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു കാലത്ത് നിങ്ങൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഇവിടെ ഈ പേഴ്സൺ ഒരു സ്നേക്കാണ്. ഫാദർ ഓഫ് വോൺസ് ആണ് കാണിക്കുന്നത്. കിങ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ വളരെ സെൽഫിഷ് ആയ ഒരു എനർജിയാണ്. ഇവിടെയും നിങ്ങളോടും ഈ പേഴ്സൺ ലവേഴ്സാണ്. നിങ്ങളെയും തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ ഒരുപോലെ ഇഷ്ടമാണ്. അതാണ് കോമഡി ഇവിടെ കേട്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടിയെ വെറുതെ ലൈഫിൽ വെച്ചുകൊണ്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ നിങ്ങളായിട്ട് കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പ്ലെയർ എനർജിയാണ്. ഈ പേഴ്സൻ്റെ ഇമോഷൻസിൽ കൺട്രോൾ ഇല്ല. ഈ പേഴ്സൺ ഒരേ സമയത്ത് 2-3 പേരെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സൺ. അത് പാഷന് വേണ്ടിയിട്ടാണ്, ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളോടും സ്നേഹമുണ്ട്, തേർഡ് പാർട്ടിയോടും സ്നേഹമുണ്ട് ഒരുപോലെ. മനസ്സിലായോ? അടിപൊളി. എന്തൊരു മനുഷ്യൻ, സ്ത്രീ പുരുഷൻ ആരും ആയിക്കോട്ടെ. ഓക്കെ, തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ആണ് പറയുന്നത്. തേർഡ് പാർട്ടിയോട് നോക്കുമ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ്, സൺ കാർഡ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഹാപ്പിയാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണായിട്ട് ഹാപ്പിയാണോ എന്ന് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നില്ല. ചിലർ അങ്ങനെയാണ്. ചിലർ പറയില്ലേ, കോമഡിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എനിക്ക് കുറേ ഇതുണ്ട് എന്താ പറയുന്നത്, ഞാൻ വിവാഹം കഴിക്കുന്ന ആളെക്കുറിച്ച് എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം എന്ന് പറയും. അപ്പോൾ മൂന്നാം അവരോട് ചോദിക്കും, അപ്പോൾ ആ പെണ്ണിനും അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനെക്കുറിച്ചൊരു ഇതൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഈ ചോദ്യമാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. തേർഡ് പാർട്ടിക്ക് പൈസ മാത്രം മതി. പക്ഷേ ഈ പേഴ്സണൽ തേർഡ് പാർട്ടിയെ മൊത്തമായിട്ട് വേണം. അപ്പോൾ തേർഡ് പാർട്ടിക്കും ഈ പേഴ്സണെ ഇഷ്ടമാണെന്നാണ് നിങ്ങൾ ഈ പേഴ്സണെ മനസ്സിലാക്കാനുള്ള, ആരാണ് സ്നേഹിക്കുന്നത് ആരാണ് സ്നേഹിക്കാത്തതെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സണുടെ കേട്ടോ. 8 ഓഫ് പെൻറ്റക്കിൾസ് ഹാർഡ് വർക്കിംഗ് ആണ്. ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം ഓർത്തിട്ട് സ്ട്രെസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ സൺ കാർഡിനെ ക്ലാരിഫൈ ചെയ്യുന്ന സൺ കാർഡ് തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ. കാരണം 2 പേരുണ്ടല്ലോ,
അപ്പോൾ ഇപ്പം നമ്മൾ പറയില്ലേ കല്യാണം ഇപ്പം ഇപ്പോൾ ഒരു സ്ത്രീയോട് ഒരാൾ ചോദിക്കും ആരെ കല്യാണം കഴിക്കുന്നത്, എൻ്റെ വീട്ടിൽ നന്നായിട്ട് നോക്കുന്ന ഒരാൾ വേണം, പിന്നെ എന്നെ നന്നായിട്ട് നോക്കുന്ന ആൾ വേണം, വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്ന ആൾ വേണം, എന്നെ കൊണ്ടുപോകാനായിട്ട് കറക്കാൻ മീൻസ് എനിക്ക് കടയിലൊക്കെ പോകാനായിട്ട് എൻ്റെ കൂടെ കാർ ഓടിച്ച് വരാൻ ആൾ വേണം എന്ന് പറയും. ഓ ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യില്ലോ, നിർബന്ധമില്ല 4 പേരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ പോലെയാണ്. ഈ പേഴ്സണ് ഒരു വീട്ടിൻ്റെ കാര്യത്തിന് ശ്രദ്ധിക്കാൻ ഒരാൾ വേണം, പിന്നെ കൊണ്ട് നടക്കാൻ ഒരാൾ. മനസ്സിലാവുണ്ടോ? ചിലർ അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇപ്പം വൈഫിനെ വീട്ടിലെടുത്തും വൈഫിനെ പുറത്ത് കാണിക്കുകയില്ല, പക്ഷെ പുറത്ത് കാണിക്കാൻ വേണ്ടി വേറൊരു റിലേഷൻഷിപ്പ് വെക്കുക. അതുപോലെ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിത് പറഞ്ഞതാണ്, എനിക്കിത് കോമഡി ആയിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ആർക്കൊക്കെ ഹേർട്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാൽ എനിക്കിതൊരു കോമഡി ആയിട്ട് തോന്നി. ഇതൊരു ക്യാരക്ടറാന്ന് നോക്കല്ലേ. അവർക്കും ആഗ്രഹങ്ങളുണ്ട് എന്ന ചിന്തയില്ല, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം. വളരെ സ്വാർത്ഥതയുള്ള ഒരു ക്യാരക്ടറാണ്. 6 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു അതിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഹെർമിറ്റും വേൾഡുമാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണ് ഒരു സംശയമുണ്ട്. ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ചിലർ പറയുമല്ലോ, ഇപ്പോൾ കുറച്ചൊരു അന്ധവിശ്വാസമുള്ള ഒരാളാണ്, അപ്പം നിങ്ങളുടെ പേഴ്സണൽ അന്ധവിശ്വാസമുണ്ട്. ഭയങ്കര ഹാപ്പി ആകുമ്പോൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ അത് കൈവിട്ട് പോകുന്നൊരു ടെൻഷനുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് കൈവിട്ട് പോകുമെന്നൊരു പേടി നിങ്ങളുടെ പേഴ്സണുണ്ട്. അത് ഈ പേഴ്സൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി യങ് എനർജി ആയിരിക്കാം. തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടി കൈവിട്ട് പോകുമെന്നുള്ള ടെൻഷനിൽ ഇവർക്ക് എന്ത് കൊടുത്താൽ മതിയാവില്ല എന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. ആ ഒരു ഫീലിംഗ് ആണ്. ഭയങ്കര ഹാപ്പിയാണ് തേർഡ് പാർട്ടി. അപ്പോൾ കൈവിട്ട് പോകുന്നൊരു ടെൻഷനുണ്ട്. ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിക്കില്ല. കാരണം നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കില്ല. ആ ഒരു കോൺഫിഡൻസ് ഈ പേഴ്സൺ ഉണ്ട്. കാരണം ഇത് ആദ്യമായിട്ടല്ല ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങൾ എത്രയോ തേർഡ് പാർട്ടികളെ കണ്ടിരിക്കുന്നു അല്ലേ? അതാണ് നിങ്ങളുടെ ധൈര്യം. അതുകൊണ്ട് നിങ്ങൾ കുഴപ്പമില്ല, ഇത് പോയാലേ എവിടം വരെ പോകുമെന്നൊക്കെ എനിക്കറിയാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ അത് പക്ഷെ കാണിക്കുന്നില്ല. നിങ്ങൾ ഭയങ്കര വൈരാഗ്യം കാണിക്കുന്നുണ്ട്, ദേഷ്യം കാണിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഭക്ഷണം കൊടുക്കുന്നില്ലായിരിക്കാം, അറിയില്ല നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന്. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളുടെ 9 ഓഫ് കപ്സ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ആഗ്രഹിച്ച് വിവാഹം കഴിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച് കിട്ടിയ ഒരു റിലേഷൻഷിപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സൗന്ദര്യമുള്ള സ്ത്രീകളെയോ ഭയങ്കര സൗന്ദര്യമുള്ള പുരുഷന്മാരെയോ വിവാഹം കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഇഷ്ടം പോലെയുള്ള ആൾക്കാരെ നമ്മൾ വിവാഹം കഴിക്കുകയോ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അല്ലാതെ അയാൾ എന്നെ മാത്രം ഓർത്ത് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇരിക്കുന്ന ആളാണെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. മനസ്സിലാണോ? അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനോട് പൊരുത്തപ്പെടുക. ഇവിടെ ഇങ്ങനെ ഒരാൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം മനസ്സിലായോ? പക്ഷെ ചിലർ പൊരുത്തപ്പെടില്ല, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് കാരണം? എന്നിട്ട് എന്താണ് ഗുണം? ഒന്നില്ലെങ്കിൽ വിട്ടു പോവുക, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അത് ആ ഒരു ചോയ്സ്, 2 ചോയ്സേ ഉള്ളൂ നിങ്ങൾക്ക്. ഒന്നില്ലെങ്കിൽ വിട്ട് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ കൂടെ നിന്ന് വെറുതെ ഫൈറ്റ് ചെയ്ത് എല്ലാ ഹെൽത്തിന് പ്രശ്നം, മനസ്സിന് പ്രശ്നം അല്ലേ? അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പേഴ്സൺ അവർക്ക് മനസ്സിലായി എന്താണ് സിറ്റുവേഷൻ. ഞാൻ ഇതിലേക്ക് ചെന്ന് കയറിയത് ഇങ്ങനൊരു സിറ്റുവേഷനിലാണ്, അതുകൊണ്ട് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഇവിടെ ഒരാൾ ഇരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. ദേഷ്യം കാണിക്കുന്നുമുണ്ട്, എന്നാൽ ഉപേക്ഷിക്കുന്നുമില്ല. ചിലപ്പോൾ 2 ദിവസം പട്ടിണി കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ പോയി നിൽക്കുമായിരിക്കും, എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അതാണ് ഇവിടെ ഒരാൾ. ഇനി ഇവിടുത്തെ ഇതിൽ ഔട്ട്കം എന്താണ് വരാൻ പോകുന്നത്? തേർഡ് പാർട്ടി ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ റിലേഷൻഷിപ്പിലെ ഔട്ട്കം എന്താണ് വരാൻ പോകുന്നത്? ഇതൊക്കെ ഭയങ്കര വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസാണ്. എനിക്കറിയാം, എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലല്ല കാര്യങ്ങൾ. നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്കത് കോമഡിയിൽ കൂടെ പറയാതെ നിങ്ങളെ പേടിപ്പിച്ചു അയ്യോ ഇതെങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ. ഇതിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് കാണാൻ വേണ്ടി നിങ്ങൾ വരണം. അപ്പം ഞാൻ പച്ചയായിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ, അപ്പോൾ ആ പറയുന്ന കാര്യമെങ്കിലും ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ദൈവം എന്നെ പിടിച്ച് തല്ലില്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് ഇത് ഒരു റീകൺസിലിയേഷൻ ആണ്. സ്റ്റാർ കാർഡ് ഹോപ്പ്, ഒരു വിശ്വാസം. മനസ്സിലായോ? ഈ എന്ന് വെച്ചാൽ ഈ യങ് എനർജീസിനോട് കൂടെ ചേരുമ്പോൾ
നമ്മൾക്ക് കുട്ടികളോട് നമ്മൾ കുട്ടികളുടെ കൂടെ നമ്മൾ സംസാരിക്കുക, കുട്ടികളോട് സംസർഗമുള്ളവർക്ക് എപ്പോഴും ഒരു കുട്ടിത്വം ഉണ്ടാവും. അവർ പെട്ടെന്ന് വയസ്സാവില്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും. അപ്പം നിങ്ങൾ കുറച്ച് മെച്ചുവേർഡ് എനർജി ആയിരിക്കാം. എന്നുവെച്ചാൽ വർഷങ്ങളായിട്ട് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേ പ്രായമുള്ളവരാണ്. ചിന്താഗതികൾ പ്രായം കൂടുന്തോറും മാറിക്കൊണ്ടിരിക്കും. നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസിന് അത് എഫക്റ്റ് ചെയ്യും. മനസ്സിലാവണം ഇവിടെ. പക്ഷേ അപ്പം നിങ്ങളുടെ പേഴ്സൺ യങ് എനർജി ആയിട്ട് കോൺടാക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ യുവത്വം എനിക്കും കൂടെ ഒന്ന് കിട്ടുമെങ്കിലോ എന്ന് വിചാരിക്കുന്ന ആളാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് വയസ്സാവാതിരിക്കാൻ. മനസ്സിലാവുണ്ടോ? അതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം. ഈ തേർഡ് പാർട്ടി പേഴ്സണെ യുവത്വം നിലനിർത്താൻ സഹായിക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ്, പക്ഷേ തേർഡ് പാർട്ടി ആൾ ഭയങ്കര ഫേമസ് ആണ്. ഇതൊരു സ്റ്റാറാണ് തേർഡ് പാർട്ടി. അപ്പോൾ ഇവർക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവരൊരു ദിവസം അതിലൊരു ഓപ്ഷൻ്റെ കൂടെ പോകും. നിങ്ങളുടെ പേഴ്സൺ ഇവരെ കിട്ടില്ല. കുറച്ച് നാളത്തേക്കൊക്കെ ഉണ്ടാവും തേർഡ് പാർട്ടി. അത് കഴിഞ്ഞ് അവരുടെ പാർട്ടിന് പോകും. ഈ പേഴ്സണിൻ്റെ അടുത്ത് കിട്ടാവുന്നതിൽ മാക്സിമം എടുത്തിട്ട് അവർ സ്ഥലം വിടും. അതാണ് തേർഡ് പാർട്ടിയുടെ ഫ്യൂച്ചർ. നിങ്ങളുടേത് ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിത് zodiac sign പറയുകയാണ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, Virgo, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aquarius, Taurus, Virgo, Capricorn, Leo, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Taurus, Libra, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Gemini, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Libra, Gemini. പിന്നെ Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Leo, Gemini, Pisces, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Virgo, Pisces, Scorpio. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. ഇനി ഞാൻ പോകാൻ പോകുന്നത് യെല്ലോ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ്. ഓക്കെ, അപ്പോൾ യെല്ലോ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിൽ നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? തേർഡ് പാർട്ടി വേഴ്സസ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വേഴ്സസ് തേർഡ് പാർട്ടി. ഒരു ഷഫിൾ കൂടെ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇത് തന്നെയാണ് നേരത്തെ റീഡിങ്ങിൽ വന്നത്. ഇത് എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. അപ്പോൾ നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു സിറ്റുവേഷൻ അധ്യായം തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഈ പുതിയ അധ്യായം നല്ലതാണ്, നിങ്ങൾക്ക് വളരെ ആനന്ദം തരുന്നുണ്ട്, അതുപോലെ വളരെ എക്സൈറ്റഡ് ആണ് നിങ്ങളെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഭാര്യയും ഭർത്താവും, ശിവനും പാർവതിയാണെന്ന് തോന്നുന്നു, സതിയാണോ ആരാണോ അറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ ട്രാൻസ്ഫർ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണ്, പുതിയ ജോലി സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ കണ്ണും കാലൊക്കെ തുറന്ന് വയ്ക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഓവർ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നവരെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? ഇപ്പോഴത്തെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? കാർഡ് വീണു. കിങ് ഓഫ് സ്വേർഡ്സ് ആണ്. കിങ് ഓഫ് സ്വേർഡ്സിലുള്ള രണ്ടുപേരും മസിന് പിടുത്തത്തിലാണ്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടുപേരും ചിലപ്പോൾ മുഖം തിരിച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ഒരു രക്ഷയില്ല മസിന് പിടിച്ചിരിക്കുകയാണ്, ഒട്ടും ഇമോഷണലിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത പോലെ. അപ്പോൾ ഒരാൾ ഇമോഷണൽ ആണെങ്കിൽ മറ്റേ ആൾ ഇമോഷണൽ അല്ല
അപ്പോൾ ഈ പേഴ്സണോട് ഇമോഷണലി ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. ചിലർ ഒട്ടും ഇമോഷണൽ അല്ലായിരിക്കും. അപ്പം നമ്മൾക്കൊരു ചില സമയത്ത് നമ്മൾക്ക് സങ്കടം വരുമ്പോഴത്തേക്കും ആരെങ്കിലും ഒന്ന് എന്താ പറയുക, എന്താണ് കാര്യം, എന്താണ് പ്രശ്നം, സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തേങ്ങിക്കൊണ്ട് വരും അല്ലേ. പക്ഷേ പരിചയമില്ലാത്ത ആളാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യും? അതുമല്ല നമ്മളുടെ പേഴ്സൺ ആണെങ്കിൽ എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇവിടെ 100 കാര്യം കിടക്കുമ്പോഴാണ് അവിടുത്തെ സങ്കടം കൊണ്ടുവരുന്നത് എന്ന് പറയുന്ന ആളും അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. ഈ പേഴ്സൺ പിന്നെ വേറെ പണിയൊന്നുമില്ല, ഇവിടെ 100 കാര്യം കിടക്കുമ്പോഴാണ് ലോകത്ത് എന്തൊക്കെ കാര്യം നടക്കുന്നു, നിനക്ക് മാത്രം വെറുതെ ഒരു കാര്യമില്ലാത്ത സങ്കടം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ സങ്കടം മുഴുവനും കൂടി കണ്ണിക്കൂടെ ഒലിച്ചിറങ്ങി നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിടും. ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഒട്ടും മനസ്സിലാക്കാത്ത ഒരാളാണ് ഒരാൾ. ജോലിയിൽ മാത്രം വ്യാപൃതനാകുന്ന അല്ലെങ്കിൽ വ്യാപൃതനാവുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ഉണ്ട് ഇവിടെ. മറ്റേ ആളാണെങ്കിൽ അൺകണ്ടീഷണൽ ലവാണ്, ഇതെല്ലാം സ്നേഹിച്ചും ഇരിക്കുന്ന ഒരാൾ കേട്ടോ. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയോടുള്ള ഓവറോൾ എനർജി എന്താണ്? തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്? തേർഡ് പാർട്ടിയോടുള്ള ഓവറോൾ എനർജി നമുക്കൊരു കാർഡ് എടുത്ത് നോക്കാം. എനിക്ക് കാർഡ് എടുക്കുന്നതിനേക്കാളും കാർഡ് കിട്ടുന്നതാണ് ഇഷ്ടം. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മുമ്പ് ഒപ്പം പഠിച്ചതോ ആരോ ഒരാളാണ്, അടുത്ത് താമസിച്ചിരുന്നവരോ. അപ്പോൾ അങ്ങോട്ടാണോ നിങ്ങൾ പോകുന്നത്? വെക്കേഷൻ ആയതുകൊണ്ട് ഇനി ഭർത്താവിൻ്റെ വീട്ടുകാരെ കാണാനോ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരെ കാണാനോ ഒക്കെ പോകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടോ? അപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നിങ്ങളുടെ പേഴ്സൺ പരിചയം പുതുക്കിയിട്ടുണ്ടോ ഇവരായിട്ട്? ശ്രദ്ധിക്കുക നിങ്ങൾ പോകുമ്പോൾ. നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും എന്നാലും. അപ്പോൾ ഇവിടെ ഒരു ചാരിയറ്റ്. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ മീറ്റ് ചെയ്യാനായിട്ട് അവരിങ്ങനെ സീക്രട്ട് മീറ്റിംഗ് ആണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഇത്. പക്ഷേ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ നേരത്തെ അറിയും. നിങ്ങൾ വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുമ്പേ നിങ്ങൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് പരിചയമുണ്ട് കേട്ടോ. അപ്പോൾ അവർ പണ്ടേ പരിചയമുള്ള 2 പേരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? അയ്യോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ലവാണ്. അയ്യോ റിവേഴ്സാണ്. എന്താ നിങ്ങൾ ഇമോഷണൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല. ഞാൻ പെട്ടെന്ന് അത് പോസിറ്റീവ് ആണെന്ന് വെച്ചിട്ട് സോറി കേട്ടോ, നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തുറന്ന് പറയാത്ത 2 പേരാണോ നിങ്ങൾ? എന്നുവെച്ചാൽ പുള്ളിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, പുള്ളി ജോലി എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണെന്നൊരു ചിന്തയുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അതുപോലെ തന്നെ അത് നിങ്ങളാണോ നിങ്ങളുടെ പേഴ്സൺ ആണോ? ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ഇമോഷണൽ ലോസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട്. പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ജോലിയുടെ പുറകെ നടക്കുന്ന ആള്, മനസ്സിലായോ? എന്ന് വെച്ചാൽ ജോലിയാണ് എല്ലാം. ജോലി വീട്ടിൽ കൊണ്ടുവരുന്നു, വീട്ടിലെ ജോലി അല്ല, വീട്ടിൽ നിന്ന് ജോലി തീരാഞ്ഞിട്ട് ഓഫീസിൽ പോയി ചെയ്യുന്ന, ഓഫീസിലെ ജോലി വീട്ടിൽ ഇങ്ങനെ ഒരു സൈക്കിളിൽ കൂടെ പോകുന്ന ഒരാൾ, മനസ്സിലായോ? ഏത് നേരം ജോലി എന്ന് പറയുന്നത് നിങ്ങളാണോ നിങ്ങളുടെ പേഴ്സൺ ആണോ അറിയില്ല. എന്തായാലും അതൊരു തലവേദനയായിട്ട് മാറാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള പേഴ്സൻ്റെ ഫീലിങ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഒഴിഞ്ഞിട്ട് സമയമില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്കില്ല, നിങ്ങളോട് ഇമോഷണലായിട്ട് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്നാലും നിങ്ങളുടെ പേഴ്സൺ ഇൻവെസ്റ്റഡ് ആണ് റിലേഷൻഷിപ്പിൽ, വിട്ടുകളയുന്നില്ല, നിങ്ങളെ ചേർത്ത് പിടിച്ചേക്കാണ് നിങ്ങളുടെ പേഴ്സൺ സ്ത്രീയോ പുരുഷനോ എന്ന് അറിയില്ല. പക്ഷേ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലെങ്കിലും ഇവർ ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റഡ് ആണ്, ഇടയ്ക്ക് ഇട്ടിട്ട് പോകാനൊന്നും പ്ലാനില്ല ഇവിടെ. പക്ഷേ ഹാർട്ട് ബ്രോക്കൺ ആണ്, നിങ്ങൾ അറിയാതെ ഇവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ പേഴ്സണോടാണ് പറയുന്നത്, നിങ്ങളോടല്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ പറയുന്നില്ല. അത് തുറന്ന് പറയണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾക്കത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും നിങ്ങളിതിൽ ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, പേഴ്സൺ ഒട്ടും ഇമോഷണലി ഇൻവെസ്റ്റഡ് അല്ല ഇവിടെയെന്ന്. അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? ആദ്യം ഞാൻ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണെന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. അതന്നെ, അത് നിങ്ങളുടെ പേഴ്സണിനോടുള്ള നിങ്ങളുടെ ഫീലിങ്സ് ആണ് കേട്ടോ. ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ പക്ഷേ എന്നാലും ഈ റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ് ആണ്.
നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിച്ചൊന്നും പോകാൻ പോകില്ല. ഇനി തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് എന്താണ്? പെട്ടെന്ന് റിലേ പോകുമ്പോഴേ കുറച്ചധികം റീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായൊരു മന്ദതയുണ്ട് തലയ്ക്ക്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഓക്കെ റൈറ്റ് കണ്ട ഇവിടെ കണ്ടോ, ഇത് ഈ പേജ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് വരുന്നത് ഇവിടെ കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടി ആയിട്ട് കമ്മിറ്റ്മെന്റ് ഇല്ല, മനസ്സിലായി? ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇവർ തമ്മിൽ ഒരു എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവരുടെ റിലേഷൻഷിപ്പ്. കാരണം പണ്ടേ അറിയുന്നവരാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്ലെയറാണ്, ഭയങ്കര ഒരു ഉഴപ്പാണിത്, വെറുതെ ഒരു ഫ്ലേർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ പണ്ട് പരിചയമുള്ള, അപ്പോൾ വെറുതെ ഫ്ലേർട്ട് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ, അല്ലാതെ പേഴ്സൺ തേർഡ് പാർട്ടി ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഇല്ല, ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഇത് വെറുതെ ഒരു തമാശക്കുള്ള ഒരു സിറ്റുവേഷനാണ് കേട്ടോ. വളരെ സ്ലോ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫാദർ ഓഫ് കപ്സ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല, ഭയങ്കര ഇമോഷണലി ഒരു കണക്ഷനും ഇല്ല ഇവിടെ. വെറുതെ ഒരു എന്താ പറയുക, തമാശക്കല്ല, പണ്ട് മുതലേ പരിചയമുള്ള, ഒപ്പം കളിച്ച് വളർന്നവർ, അവർ രണ്ടുപേരും മാരീഡ് ആയിരിക്കും. നിങ്ങളുടെ പേഴ്സൺ മാരീഡാണ്, അവരും മാരീഡാണ്, തേർഡ് പാർട്ടിയും. അപ്പോൾ ഇവർക്ക് ഇവരുടെ ലിമിറ്റ്സ് അറിയാം, അതിനുള്ളിൽ നിന്നിട്ടാണ് ഇവർ ഉഴപ്പുന്നത്, മനസ്സിലായി? ഇവർ ഫ്യൂച്ചർ വേണമെന്നൊന്നുമില്ല, ഇവർക്ക് കല്യാണം കഴിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഏസ് ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കാൻ വഴിയുണ്ട്. സ്റ്റാർ കാണിക്കുന്നുണ്ട്, ഒരു വഴികാട്ടി. ചിലപ്പോൾ ചെറുപ്പത്തിൽ പേഴ്സൺ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും തേർഡ് പാർട്ടി. ഇപ്പം പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്കും ആൺകുട്ടികൾ മറ്റാൺകുട്ടികളെ ഉപദ്രവിക്കാൻ ചിലപ്പോൾ പെൺകുട്ടികൾ വട്ടം നിൽക്കും, ബഹളം, മീൻസ് അവരെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ബോണ്ട് വരും, ചെറുപ്പത്തിലുള്ള ബോണ്ടാണ്. അപ്പോൾ അതങ്ങനെ ഡെവലപ്പ് ചെയ്യും, പക്ഷെ അതവിടെ എത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, ഇവർ തമ്മിൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും വരാൻ പോകുന്നില്ല. ഇത് ആ തേർഡ് പാർട്ടി എന്നുള്ള സിറ്റുവേഷനാണ്. പക്ഷേ ഒരു എക്സൈറ്റ്മെൻറ്റ്, നമ്മുടെ പണ്ടത്തെ ഒരു കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു നാണം, അതൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ്. അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. നിങ്ങളുടെ ലൈഫിൽ ഇതെന്താണ് നടക്കാൻ പോകുന്നത്? ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സെൽഫ് കെയർ, വർക്ക് ഹോം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ലവുള്ളവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കും, സ്വന്തം കാര്യം ശ്രദ്ധിക്കില്ല. അപ്പം നമ്മൾ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കില്ല, ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കില്ല. അപ്പം നമ്മളെ യുവത്വം കളഞ്ഞു കുളിക്കുകയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിന്. അങ്ങനെയല്ല, നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി നമ്മളോടാണ്, മനസ്സിലായോ? ചില സമയത്ത് നമ്മളെ ഭയങ്കര മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആരുടെയെങ്കിലുമൊക്കെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ മറ്റുള്ളവർക്ക് നാണക്കേടാ, നമ്മൾ ആലോചിക്കാറില്ല. കറിയൊക്കെ വീണ് നൈറ്റിയൊക്കെ ഇട്ടിട്ട് അതോടെ തന്നെ നമ്മൾ കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ ചില കുട്ടികൾക്ക് അത് ഭയങ്കര കുറച്ചിലാണ്. അവർ പറഞ്ഞില്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്യും അതൊക്കെ, മനസ്സിലായി? അപ്പം നമ്മളുടെ കാര്യം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നീറ്റായിട്ട് നടക്കുക, ശരീരമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ സെൽഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ അതൊക്കെ വിട്ട് കളഞ്ഞേക്കുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു പണിയെടുക്കുന്ന ഒരാൾ. പക്ഷേ അവിടെ എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഇവിടെ സ്നേഹമുണ്ട്, സ്നേഹമില്ല എന്നല്ല. ഒരാൾക്ക് സ്നേഹം കാണിക്കാറില്ല, മറ്റേ ആൾ കൂടുതൽ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ മറ്റേയാളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നിങ്ങൾ പെരുമാറുന്നില്ല, മനസ്സിലായോ? നിങ്ങൾ കുറച്ച് മെയിൻറ്റെയിൻഡ് ആയിരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം മറ്റേയാൾക്ക് ഉണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിലാണ് കോളേജിലാണോ എനിക്ക് ഓർമ്മയില്ല, ആ സമയത്ത് കോളേജിലാണ് എപ്പോഴോ അവിടെ കോളേജിൽ ഈ പയ്യൻ കാണാൻ വന്നോളെ വള്ളിച്ചിരിക്കിട്ടുകൊണ്ട്. അന്ന് അവസാനമായിട്ട് അവൻ അവളോട് സംസാരിച്ചു. അതിന് ശേഷം ഇന്ന് വരെ അവൾ മിണ്ടിയിട്ടില്ല അവനോട്. അന്ന് അവൾ ബാക്കി തിരിച്ച് അവനെ കണ്ടത് ഒരു നോട്ടം നോക്കി അവൾ തിരിച്ചൊരു നടപ്പ് നടന്നിട്ട് പിന്നെ ഈ ജന്മത്തെ അവളവനോട് മിണ്ടിയിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എന്ത് കോലത്തിലാണ് വന്നത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലല്ലേ അവൻ വന്നത്, തെറ്റോ ശരിയോ അവൾ ചെയ്തത് എനിക്കറിയാം, ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെയും നമുക്ക് ആളുകളെ നഷ്ടപ്പെടാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് സെൽഫ് കെയർ ചെയ്യണം കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്കറിയാം, സ്നേഹമുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ അത് നിലനിൽക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ല, കാർഡ്സ് കാണിക്കുന്നതാണ്, സോറി. അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഔട്ട്കം എന്താണ് വരാൻ പോകുന്നത്? ആ ഒരു പ്രശ്നമുള്ളൂ നിങ്ങൾ തമ്മിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള എന്താണ് ഔട്ട്കം വരാൻ പോകുന്നത്? 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ്. ഇവിടെ ഫ്യൂച്ചറൊന്നുമില്ല ഇവർ തമ്മിൽ, വേറെ പണിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ഇവർക്ക് അതിനുള്ള ജോലിയുണ്ട്, ഭയങ്കര എൻഗേജ്ഡ് ആണ്, ബിസിയാണ് രണ്ടുപേരും. അവർക്ക് അങ്ങനെ റിലേഷൻഷിപ്പും കമ്മിറ്റ്മെൻറ്റിലൊന്നും ആഗ്രഹമൊന്നുമില്ല, നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിക്കും ഇല്ല അത്. അപ്പോൾ ഇവിടെ വെറുതെ ഒരു എന്താ പറയുക, ഒരു ഓപ്ഷൻ ഇടയ്ക്കൊക്കെ വിളിച്ച് സംസാരിക്കുക, പഴയ ഒരു ബന്ധം ഉണ്ട്, പരിചയമുണ്ട്, നന്നായിട്ട് അറിയുന്നവരായിരിക്കും രണ്ടുപേര്. അപ്പോൾ എടാ ബോടാ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ട്രസ്റ്റ് ഉണ്ട്, ഇവർ തമ്മിൽ എന്തും പറയാം, മനസ്സിലായി. അപ്പോൾ അവരെല്ലാ കാര്യം ഡിസ്കസ് ചെയ്യുന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്ക് ഇവർക്കൊരു റിലേഷൻഷിപ്പ് ഇല്ല കേട്ടോ, അപ്പോൾ പേടിക്കണ്ട. അപ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, അക്വേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പൈസസ്, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ചിലർ പറയും ആദ്യത്തെ റീഡിങ് ഭയങ്കര വലുതാണ്, രണ്ടാമത്തെ റീഡിങ് ചെറുതാണ്. അങ്ങനെയല്ല, നമുക്ക് കാർഡ്സ് വീഴുന്ന പോലെ എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ വലുതാണോ ചെറുതാണെന്നല്ല നോക്കേണ്ടത്, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, അറിയേണ്ട കാര്യങ്ങൾ കാണുന്നുണ്ട്, മുമ്പിൽ വരുന്നുണ്ട്, അത് ഞാൻ അതുപോലെ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അത്രയും നമ്മൾ നോക്കിയാൽ മതി. ഫസ്റ്റ് റീഡിങ് നമ്മൾ എടുത്തു കഴിയുമ്പോഴാണ് ആ ഒരു പേസ് നമുക്ക് കിട്ടുക. സെക്കൻഡ് റീഡിങ് എത്ര ഇങ്ങനെ വേണം അത് കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കളർ എടുത്തില്ല, കാരണം ഇതിന് റിലേ ഉണ്ട്. ബ്രൗൺ കളർ, ബ്രൗണിൻ്റെ ഫൈനൽ റീഡിംഗ് ആണ്. ബ്രൗൺ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. പിന്നെ ആ കാർഡ് വരുന്നത് എനിക്ക് അറിഞ്ഞൂടെ, ഈ കാർഡ് എന്താ വരുന്നത്. ഞാൻ ആ കാർഡ് മാറ്റി, നമുക്ക് നോക്കാം ഇനി ഏത് കാർഡാണ് വരുന്നത്. കാർഡ് വീഴട്ടെ. പിന്നെ ആ കാർഡ് വന്നുണ്ടോ, സ്നേക്ക് കാർഡ് ഉണ്ട്, മൗണ്ടൻസ്, പിന്നെ ഭോലേനാഥ്. അപ്പോൾ ഈ സ്നേക്ക് കാർഡ് ഉണ്ട്, ഇത് സംസാരത്തിൻ്റെയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. വാക്കുകൾ എന്താ പറയുക, ശരം പോലെയാണ്, തുളഞ്ഞു കയറും. അപ്പോൾ 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേക്ക്. അപ്പോൾ സംസാരം ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് ഇത് ഇടയ്ക്ക് നമ്മൾ അധികം കാണാത്ത കാർഡാണ്, മൗണ്ടൻസ്, ഫൈൻഡ് റിലാക്സേഷൻ ആൻഡ് റെസൊല്യൂഷൻ. Just as the mountains stand tall and steadfast, you are encouraged to find calmness and relaxation among the blockages and challenges you may be facing in life. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങളത് വളരെ ശാന്തതയോടും പക്വതയോടും ഡീൽ ചെയ്യാൻ നോക്കണം എന്നാണ് പറയുന്നത്. മൗണ്ടൻസ് ഭയങ്കര റിലാക്സിങ് അല്ലേ. ഒരാൾ പണ്ട് എന്നോട് പറഞ്ഞു, മൗണ്ടൻസ് നമ്മളുടെ ഭൂമിയുടെ ഒരു ഗ്രാവിറ്റിക്ക് വേണ്ടി വെച്ചേക്കുകയാണെന്ന്. ഓരോ പെർട്ടിക്കുലർ സ്ഥലത്താണ് വലിയ വലിയ പർവ്വതങ്ങളുള്ളത്. നമ്മളതൊക്കെ കുത്തിപ്പൊളിച്ച് ഇപ്പോൾ ക്വാറിയൊക്കെ ഉണ്ടാക്കണം, വെറുതെ ആണ് ഭൂകമ്പം ഫ്ലഡൊക്കെ ഉണ്ടാവണേ. അപ്പോൾ ഈ പർവ്വതങ്ങൾ നമ്മളെ ഭൂമിയെ പിടിച്ചു നിർത്തുകയാണെന്നാണ്. ഓരോ സ്ഥലത്ത് വച്ചിട്ടുണ്ട് വലിയ വലിയ പർവ്വതങ്ങളെ. അപ്പോൾ അത് ഭൂമി ഒരു ബാലൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്താവും ഭൂമിയുടെ സ്ഥിതി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഭോലേനാഥ്, ബീങ് പൊളൈറ്റ്, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. നമ്മൾ റൂഡായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളൊട്ടും പൊളൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എല്ലാവരോടും വളരെ പൊളൈറ്റായിട്ട് കൈൻഡായിട്ട് സംസാരിക്കണം. ഓപ്പൺ അപ്പ് എ ന്യൂ വേൾഡ് ഓഫ് പോസിബിലിറ്റീസ് ആൻഡ് ഹാപ്പിനെസ് വിത്ത് യുവർ വേർഡ്സ് ഓഫ് മൗത്ത്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. കൺവേ യുവർ മെസ്സേജസ് ഇൻ എ പൊളൈറ്റ് മാനർ. ചാടിക്കടിച്ച പോലെ ആൾക്കാരോട് സംസാരിക്കരുത്. ചിലർ വാക്കുകൾ സെൻറ്റൻസ് കംപ്ലീറ്റ് പറയില്ല. ചിലർ അപ്പോൾ നമ്മൾ ഡബിൾ മീനിങ് ചില സമയത്ത് തോന്നും അല്ലേ, നമുക്ക് ദേഷ്യം വരും. അതുപോലെ അവരുടെ വോയിസ്, അവരുടെ ടോൺ, അതൊക്കെ നമ്മൾ മോഡുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല ഉദ്ദേശത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് അടിക്കാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ്.
അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? 2 ഓഫ് കപ്സ് കണ്ടു ഞാൻ ഇത് വരുമെന്ന് നോക്കാം നമുക്ക്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ നർച്ചറിങ്, കെയറിങ്. അപ്പോൾ രണ്ടുപേരും വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇതിൽ ജോലി എടുക്കുന്ന ആരാണ്? സ്ത്രീയാണോ പുരുഷനാണോ? അവർ ഭയങ്കര എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ ഒരുപോലെ നോക്കി നടത്താൻ കഴിവുള്ള ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു വർക്കിംഗ്, രണ്ടുപേരും പാരൻസ്, അച്ഛനും അമ്മയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും രണ്ടുപേരും ജോലിയുള്ളവരായിരിക്കാം. അപ്പോൾ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ വേണ്ടി രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഒരാൾ ഇതിനകത്ത് കിടന്ന് മരിച്ച് പണിയെടുക്കുന്നുണ്ട്, മറ്റേ ആൾ അതുപോലെ ഇവരുടെ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ഒരു പരുപോയി, മറ്റുള്ളവർക്കാണെങ്കിൽ നമ്മളൊരു വിലയില്ലതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് 5 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു അബാൻഡൻഡ് എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് ആണ്, പക്ഷേ കപ്പും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരാൾ അബാൻഡൻ ഫീലിംഗ് ഉള്ള ഒരാൾ, എന്ന് വെച്ചാൽ ഉപേക്ഷിച്ച് പോകുന്ന പോലെ ഒരു ഫീലിംഗ്. അത് നിങ്ങൾക്ക് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ. 5 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, പൈസ ഇല്ലായ്മ, എന്തോ ഒരു കുറവ്, സ്നേഹത്തിൻ്റെ കുറവാണോ, അതോ നമ്മളോടുള്ള ദയയുടെ കുറവാണോ, കരുണയുടെ കുറവാണോ, അതോ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ കുറവാണോ? അതാണ്. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? ഈ കപ്പും കൊണ്ട് പോകുന്നുണ്ടോ? ഈ കപ്പ് ഇത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ നൈറ്റ് ഓഫ് കപ്സ് ഇറങ്ങിയിട്ട് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ? തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ റിജക്റ്റ് ചെയ്യാൻ വഴിയുണ്ട്. തേർഡ് പാർട്ടി വലിയ ഹാപ്പി അല്ല നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള അട്രാക്ഷൻ ഉണ്ടെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് അത്ര വലിയ ഹാപ്പി അല്ല കേട്ടോ. തേർഡ് പാർട്ടി ഭയങ്കര സെൽഫിഷായ ഒരു ക്യാരക്ടറാണ്. ഇവിടെ സൺ കാർഡ്, നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ. പക്ഷേ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്ന സ്നേഹം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവും. അത് കുഴപ്പമില്ല, ഇന്ന് നോ പറഞ്ഞാൽ നാളെയും ഞാൻ കപ്പും കൊണ്ടുവരും, നാളെയെങ്കിലും അവൾ പറയും നോ, അല്ലെങ്കിൽ അവൻ പറയും നോ, അല്ല യെസ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. നോക്ക്, എല്ലാം അപ്സൈഡ് ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് കപ്സിൽ ക്ലാരിഫൈ ചെയ്യുന്ന നൈറ്റ് ഓഫ് വാൻഡ്സ് പ്ലെയർ എനർജിയാണിത്. തേർഡ് പാർട്ടിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ ദൂരെ വെച്ച് കാണുമ്പോഴേ മനസ്സിലാവും എന്താണ് ഉദ്ദേശമെന്ന്. മദർ ഓഫ് കപ്സ്, തേർഡ് പാർട്ടി ഒരു രക്ഷയില്ല, ഇവരായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും ഇല്ല കേട്ടോ. ഭയങ്കര റൂഡായിട്ടാണ് നിങ്ങളുടെ പേഴ്സണോട് പെരുമാറുന്നത്. നിങ്ങളുടെ പേഴ്സണ് ശരിക്കുള്ള സ്വഭാവം തേർഡ് പാർട്ടിക്ക് അറിയാം. നിങ്ങളുടെ പേഴ്സൺ മാക്സിമം തേർഡ് പാർട്ടിയെ പാട്ടിലാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഭയങ്കര വെൽത്തിയാണ്. ആണോ പെണ്ണോ എനർജിയാണ്. ഫാദർ ഓഫ് ബോൺസ്, ഇവർ മാരീഡാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ത് വന്നാലും ഇവരെ പാട്ടിലാക്കാൻ തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഇവരുടെ ഭർത്താവ് അത്ര, അല്ലെങ്കിൽ ഇവരുടെ ഭാര്യയോ ഭർത്താവോ അത്ര വലിയ ചെറിയ പുള്ളിയല്ല. അപ്പം നല്ല പണി കിട്ടും നിങ്ങളുടെ പേഴ്സൺ സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ. ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ് തേർഡ് പാർട്ടിയിൽ. അവിടെ ഒരു വിക്ടറി ഉണ്ടാക്കിയിട്ടേ ഇവരൊന്ന് പാട്ടിലാക്കിയിട്ടേ പുറകോട്ടുള്ളൂ എന്നൊരു വാശിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് ഓവറോൾ എനർജി. ഇവരുടെ പേഴ്സൺ, തേർഡ് പാർട്ടിയുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടിയ സാധനമാണ്. അപ്പോൾ ഇവിടെ മിക്കവാറും കാലൊക്കെ തല്ലി ഒടിച്ച് ഒരു പണിയൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ഫൂളാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പലതും പറഞ്ഞ് ഫൂളാക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾക്കാണെങ്കിൽ പേഴ്സണ് ഭയങ്കര വിശ്വാസമാണ്. നിങ്ങൾക്ക് ശരിക്കും ലോകം അറിയില്ലായിരിക്കാം, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നില്ലായിരിക്കാം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുത്, അവർ നുണ പറയുന്നതാണ്, നമ്മൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. നിങ്ങളത് വിശ്വസിച്ച് വെച്ചേക്കുകയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എപ്പം നിങ്ങൾ ചോദിച്ചാലും എവിടെയാണെന്ന് വെച്ചാൽ ഓഫീസിലാണ്, ഭയങ്കര പണിയാണ്, എനിക്ക് സമയത്ത് ഊണ് കഴിക്കാൻ വരുന്നുണ്ടോ, ഇല്ല സമയമില്ല സോറി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഈ പേഴ്സൺ ത്രീ ഓഫ് വോൺസ്. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ ബ്രേക്കൊന്നും എടുക്കാൻ പറ്റില്ല, ഒരു പ്രോജക്റ്റ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തേയുള്ളൂ, അതിന് റിസൾട്ട് വരണം, അതിനുള്ള വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ഭയങ്കരമായിട്ട് നുണ പറയുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ ശരിക്കും ഫോളോ ആക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 10 ഓഫ് സ്വേർഡ്സ് ആണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ട് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ ഈ പേഴ്സൺ പതുക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? തേർഡ് പാർട്ടിയോട് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. നിങ്ങളുമായിട്ട് അകന്നു പോകുന്നത് 10 ഓഫ് സ്വേർഡ്സ് ആണ്. ഈ സിറ്റുവേഷൻ ഒരു അവസാനം വരും. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് അവസാനിച്ചു കേട്ടോ. പേഴ്സൺ പോയി കഴിഞ്ഞു. ഇവിടെ 5 ഓഫ് കപ്സ്, ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടിയാണ് പേഴ്സണ് നോട്ടം, നിങ്ങളുടെ പേഴ്സണ്. അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് പൈസ തരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പൈസ മാസം കിട്ടാനുള്ള പൈസ തരുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ പറയും പൈസ വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഭയങ്കര ജോലിയിൽ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ ഈ പേഴ്സൺ പറയുന്നുണ്ട് നിങ്ങളോട്. ഭയങ്കര ക്രൂര മനസ്സുള്ള ഒരാളാണ് എന്തായാലും. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. തേർഡ് പാർട്ടിയോട് കള്ളത്തരം പറയാൻ പറ്റില്ല. തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ, അപ്പോൾ നിങ്ങൾ ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഇൻട്രസ്റ്റ് തോന്നണമെങ്കിൽ മനസ്സിലായോ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ഈ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ കട്ട് ചെയ്യുന്നത്. തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ നിങ്ങളോട് നുണ പറയുമ്പോൾ തേർഡ് പാർട്ടിയോട് വളരെ സത്യം മാത്രമേ ഈ പേഴ്സൺ പറയുള്ളൂ. കാരണം അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കള്ളത്തരം പറയുമ്പോൾ. അതുപോലെ ഈ പേഴ്സണ് ഭയങ്കര പേഴ്സണൽ ഗോൾസ് ഉണ്ട് തേർഡ് പാർട്ടിയായിട്ട്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി ആക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു പേടി നിങ്ങളുടെ പേഴ്സണുണ്ട്. ഈ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നു, പക്ഷേ തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു വലിയ ബേർഡൻ ആയിട്ട് മാറുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. കാരണം തേർഡ് പാർട്ടി ഓൾറെഡി മാരീഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ അവരുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി അതിന് തയ്യാറാവുന്നില്ല. തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ടാകും ആദ്യം നിങ്ങൾ നിങ്ങളുടെ വൈഫിനെയോ ഹസ്ബൻഡിനെയോ ഉപേക്ഷിക്കുക, എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന്. അപ്പോൾ ഈ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻ ഓക്കെ ഞാൻ എന്നാൽ റെഡിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ പേഴ്സൺ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെ എന്താവും? അപ്പോൾ ഈ പേഴ്സണ് ഡൗട്ടുണ്ട്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചെങ്കിലും തേർഡ് പാർട്ടി അവരുടെ പേഴ്സണെ ഉപേക്ഷിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ പേഴ്സണ് ഡൗട്ടുണ്ട് ഇത് ഓക്കെ എവിടെ എത്താൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പേഴ്സൺ പോയിട്ടും നുണ പറയുന്നത്. കാരണം അവിടെ കിട്ടിയില്ലെങ്കിൽ തേർഡ് പാർട്ടി കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകാനൊരു സ്ഥലം വേണ്ടേ, നിങ്ങളുടെ അടുത്തേക്കല്ലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സത്യം പറയാത്തത്. തേർഡ് പാർട്ടിയോട് പറഞ്ഞു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തു. തേർഡ് പാർട്ടിക്ക് വിശ്വാസമില്ല. തേർഡ് പാർട്ടി പറയുന്നത് പ്രൂഫ് കാണിച്ചാലേ ഞാൻ എൻ്റെ പേഴ്സണെ ഉപേക്ഷിക്കുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പക്ഷേ ഇവിടെ ഒന്നും നടക്കും തോന്നുന്നില്ല. എന്തായാലും പേഴ്സൺ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ തേർഡ് പാർട്ടിയിൽ കംപ്ലീറ്റഡ് ഇൻവെസ്റ്റഡ് ആണ്. തേർഡ് പാർട്ടി ഒരു എംപ്രസ് ആണ്. ഇവിടെ നെഗറ്റീവായിട്ട് റിവേഴ്സ് കാണിച്ച എംപ്രസ്, ഇവിടെ പോസിറ്റീവ് ഒരു ഗ്രോത്ത് വേണം റിലേഷൻഷിപ്പിൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഓവറോൾ എനർജിയിൽ ഗ്രോത്ത് ഇല്ല എന്നാണ് കാണിക്കുന്നത് റിലേഷൻഷിപ്പിൽ. അത് ബ്ലോക്കേജ് ആയിട്ട് കിടക്കുന്ന തേർഡ് പാർട്ടിയുടെ പേഴ്സൺ ആണ്. നിങ്ങളുണ്ടായിരുന്നു ബ്ലോക്കായിട്ട്, നിങ്ങളെ ഒഴിവാക്കി. അത് നിങ്ങൾക്കറിയില്ല. മനസ്സിലായോ? നിങ്ങളോട് പറയില്ല. അപ്പോൾ തേർഡ് പാർട്ടിൻ്റെ പേഴ്സണെ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസ് ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടി ഭയങ്കര മെച്ചുവേർഡ് ആയ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു ബിസിനസ് ഓണർ ആയിരിക്കാം, വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നത്. പൈസ കണ്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ പേഴ്സണോട് പുച്ഛമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം പുറകെ നടക്കുന്ന ഒരാളല്ലേ. അവരുടെ പൈസ കണ്ടിട്ടാണ് ഈ പേഴ്സൺ അവരുടെ പുറകെ നടക്കുന്നതെന്നും നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടി അവരുടെ പേഴ്സണെ ഒഴിവാക്കുക. കാരണം അവർക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു ഉദ്ദേശമില്ല. മനസ്സിലാണ്? അപ്പോൾ ഒരു ടവർ മൊമെൻറ്റ് വരുന്നുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. നിങ്ങൾ ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ നിന്ന് പോയി എന്ന് അറിഞ്ഞാൽ ഇവിടെ ഒരു ടവർ മൊമെൻറ്റ് ഉണ്ടാവും. പിന്നെ ഈ പേഴ്സൺ എവിടെയും പോകാനുണ്ടാവില്ല. ഈ പേഴ്സൺ ഒരു ഇത്തിക്കണ്ണി പോലത്തെ ഒരാളാണ്. ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന പൈസ ആയിരിക്കും ഈ പേഴ്സൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ളവരുടെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാവുന്ന ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. ഒട്ടും ട്രസ്റ്റ് വർതി അല്ല, ഒരു ക്യാരക്ടർ ഇല്ലാത്തൊരു ആളാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ.
അപ്പോൾ ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയി എന്താ പറയുക, അവിടെ നിന്ന് പോരുകയും ചെയ്ത് അമ്മാത്ത തെറ്റിയില്ല എന്നൊരു പറച്ചിൽ പറയും. ഹിന്ദിയിൽ പറയുന്നത് ആസ്മാൻ സെ ഗിര ഹജൂർ പേ അട്ക എന്ന് പറയും. എന്നുവെച്ചാൽ ആകാശത്ത് നിന്ന് വീഴുകയും ചെയ്ത് ഒരു മരത്തിൽ കിടക്കുക, അവിടെ നിന്ന് താഴത്തേക്ക് പോകുന്നില്ല. അപ്പോൾ എങ്ങും എത്താത്തൊരു സ്ഥിതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. അതൊരു സ്ട്രെസ്സാണ് പേഴ്സൺ, ഭയങ്കര സ്ട്രെസ്സുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഒക്കെ വരുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് തേർഡ് പാർട്ടിയായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് നിങ്ങളെക്കാളും, അത് കിട്ടുമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് അവരത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല ഈ പേഴ്സൺ പറയുന്നതൊന്നും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ തേർഡ് പാർട്ടിയെ റിജക്റ്റ് ചെയ്ത് തിരിച്ചു വരണോ എന്നൊരു ഡിസിഷൻ എടുത്തിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ആ ഒരു ആലോചനയിലാണ് നിങ്ങളുടെ പേഴ്സൺ. എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്, നിങ്ങളുമായിട്ട് എന്താ നടക്കാൻ പോകുന്നത്, നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ സ്വീകരിക്കും. കാരണം നിങ്ങൾക്ക് അറിയില്ലല്ലോ പേഴ്സൺ എവിടെയാണ് പോയേക്കുന്നത്. ബിസിനസ് ആവശ്യത്തിന് പോയില്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആളാണ്. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അത് വേറെ സിറ്റുവേഷൻ. ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്, ഇവിടെ നിങ്ങൾ കാത്തിരുന്ന് നിങ്ങളൊരു വഴിയാകും കേട്ടോ. എന്നാൽ നിങ്ങൾ ഒരു സ്ട്രെസ്സിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ സ്ട്രെസ്സിലേക്ക് പോകും പേഴ്സണൽ കാണാണ്ടാവുമ്പോൾ. പിന്നെ എന്നാലും നിങ്ങൾക്ക്, കാരണം നിങ്ങൾക്ക് വീട് നോക്കണമല്ലോ. അപ്പം നിങ്ങൾ വളരെ ഇതിൽ സ്ട്രെസ്സിലേക്ക് പോയാലും നിങ്ങളതൊന്ന് റിക്കവർ ചെയ്യാൻ നോക്കും. സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നുണ്ട്, പിന്നെ ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ, നിങ്ങൾക്ക് തോന്നലുകളുണ്ട് പല പ്രാവശ്യം, അതുകൊണ്ടാണ് നിങ്ങൾ റീഡിങ് കാണുന്നത്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങൾ പറഞ്ഞ് പറ്റിച്ച് വെച്ചേക്കാണ്. ആൾക്കാർ വെറുതെ പറയുന്നതാണ്, ഞങ്ങളും അവരായിട്ട് ഒരു ബന്ധവുമില്ല, ആന ചേന ആൾക്കാർ നമ്മളെ തല്ലി തിരിപ്പിക്കാൻ, നീ അവരെ ഒന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ച് വെച്ചേക്കുക. പക്ഷെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തോ ഒരു കള്ളത്തരമുണ്ട്, ഈ പേഴ്സൺ അവരായിട്ട് കാര്യമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കണ്ടേ. ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്, തേർഡ് പാർട്ടി ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്താണ് നടക്കാൻ പോകുന്നത്, തേർഡ് പാർട്ടിയും നിങ്ങൾ പേഴ്സണുമായുള്ള സിറ്റുവേഷനിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി പൈസ ഒന്നും കൊടുക്കില്ല ഈ പേഴ്സണ് കേട്ടോ. തേർഡ് പാർട്ടി ഇവർ പേഴ്സണെ കുറേ തട്ടിക്കളിക്കും. അത് ആ പേഴ്സൺ ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. ഇതൊരു മനസ്സാണ് പേഴ്സൻ്റെ. നിങ്ങളെ പറ്റിക്കുമ്പോൾ എന്താ, പൊട്ടനെ ചെട്ടി ചതിക്കുമ്പോൾ ചെട്ടിയെ ദൈവം ചതിക്കുന്നു പറയും. നമ്മൾ പഴഞ്ചൊല്ലുകളൊക്കെ ഭയങ്കര എക്സാക്റ്റാണ്, മനസ്സിലായോ. അപ്പോൾ ഇവിടെ സ്റ്റാർ. അപ്പോൾ തേർഡ് പാർട്ടി ഒന്നും ചെയ്യാതെ ആകുമ്പോഴത്തേക്കും ഈ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. കണ്ടോ, 8 ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു അബാൻഡൻ സിറ്റുവേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു റെസ്പോൺസ് ഇല്ലാതെ ആവുമ്പോൾ തിരിച്ച് ഈ പേഴ്സൺ നിങ്ങളുടെ സൈഡിലേക്ക് വരും. എന്നുവെച്ചാൽ നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. തേർഡ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകും നിങ്ങളുടെ പേഴ്സൺ, തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും വരുന്നുണ്ടല്ലോ, താങ്ക് യു ഗോഡ്, താങ്ക് യു മാഡം എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആർക്കറിയാം. എന്തായാലും ഇതാണ് റീഡിങ്, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സിറ്റുവേഷനെയൊക്കെ നിങ്ങൾ ഭയങ്കര കാം ആൻഡ് ഭയങ്കര മെച്യൂർഡായിട്ട് ഡീൽ ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾ അടിയും ബഹളമൊന്നും ഉണ്ടാകരുത്, കറഞ്ഞ് നാട്ടുകാരെ കൂട്ടരുത്, അതൊക്കെയാണ് യൂണിവേഴ്സ് പറഞ്ഞത് നിങ്ങളോട്. സംസാരം ശ്രദ്ധിച്ച് വേണമെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ചില സമയത്ത് നമ്മളെ സംസാരം കൊണ്ട് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളെ സംസാരം കൊണ്ട് നമ്മളിൽ നിന്ന് ആൾക്കാർ അകന്നു പോകും. എന്താണ് സിറ്റുവേഷൻ എന്നറിയില്ല, എന്തുകൊണ്ടാണ് ഈ ഓറക്കിൾ മെസ്സേജ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. റീഡിങ് കണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, Pisces, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Leo, Aquarius, Scorpio, Taurus, Virgo, Capricorn, Libra, Taurus, Scorpio, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Virgo, Pisces, Leo, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Fool, Aries, Aquarius, Aquarius, Libra, Gemini,
Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Libra, Leo, Leo, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini. ഇത്രയുമാണ് സോഡിയക് സയൻസ് കണ്ടത്. ഇനി ഞാൻ അടുത്തൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. See you. Bye bye.